നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഈ സദസ്സിനെ പ്രൗഢമാക്കുന്ന എൻ്റെ അണിയന്മാരെ, അനിയത്തിമാരെ, സർവശക്തനായ പ്രപഞ്ചരക്ഷിതാവിൻ്റെ സർവവിധ അനുഗ്രഹങ്ങളും നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രോജ്വലമായ പ്രോഫ്കോണിൻ്റെ തുടക്കവേദിയിലെ ഒടുക്കത്തെ സംസാരം, ഈ സംസാരം ഏതാനും മിനിറ്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏറെ വിശാലമായി സംസാരിക്കേണ്ട ഒരു വിഷയത്തെ മിനിറ്റുകൾ കൊണ്ട് സൂചനാത്മകമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പഠനം തീർന്ന് ഏതെങ്കിലും ഒരു ജോലിക്കു വേണ്ടി ഇതിൽ വ്യത്യസ്തമായ തലങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. ആ ജോലി ആവശ്യാർത്ഥം ഒരു കമ്പനി അല്ലെങ്കിൽ നാം ജോലി തേടുന്ന ഒരു സ്ഥാപനം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു യൂണിഫോം അണിയാൻ ഒരുപക്ഷെ നാം റെഡിയാണ്. മറ്റേതെങ്കിലും ഒരു കമ്പനി വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണ്. എനിക്ക് ജന്മം നൽകിയ, എന്നെ ഇന്ന് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സകലമാന രംഗങ്ങളെയും ഒരാൾക്കും അവൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ കൈകളുടെയും കാലുകളുടെയും കരങ്ങളുടെയും ഒക്കെ സർവചലനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നതിൽ, അത് കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ, ഭൗതിക ലോകത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി നാം പാലിക്കുന്ന ഒരു മര്യാദ പോലും സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും ഞാനും നിങ്ങളും നൽകാതെ പോകുന്നുണ്ടോ? കഴിഞ്ഞുപോയ നമ്മുടെ ജേഷ്ഠാനിയന്മാർ, കഴിഞ്ഞുപോയ നമ്മുടെ ജേഷ്ഠത്തിമാർ, നമ്മുടെ ഗുരുനാഥന്മാർ, മാതൃതുല്യരായ പിതൃതുല്യരായ മുതിർന്ന ആളുകൾ, അവരുടെ ജീവിതം ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും സർവശക്തനായ അല്ലാഹു തആല ജീവിതത്തെ നൽകിയത്, ആ ജീവിതത്തിനൊരു പ്രത്യേകമായ ലക്ഷ്യതലമുണ്ട് എന്നതാണ് കഴിഞ്ഞ സംസാരത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഇവിടെ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുവാനുള്ള ഒന്ന്, എനിക്കും നിങ്ങൾക്കും ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു തആല ഒരു പരീക്ഷണമായിട്ടാണ് ജീവിതത്തെ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് നമ്മൾ. ക്യാമ്പസിൻ്റെ വിശാലതയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ പൂവണിയുവാനുള്ള, പഠനത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലെ അറിവുകളെയും ജ്ഞാനങ്ങളെയും നുകർന്നെടുക്കുവാനുള്ള ഒരു വലിയ മനസ്സുമായി കയറി ചെന്ന നമ്മൾ കൃത്യമായ ദിശയിൽ നിന്ന് തെറ്റി അബദ്ധ സഞ്ചാരത്തിലേക്ക് വഴി നടക്കുവാൻ കാരണമായിട്ടുണ്ടോ? ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് വൃത്തികെട്ട ഏതൊക്കെയോ റൂട്ടിലേക്ക് എന്നെ തെറ്റിച്ചു കൊണ്ടുപോകുവാൻ എൻ്റെ കൂട്ടുകാരന്മാരോ കൂട്ടുകാരികളോ ഹേതുവായിട്ടുണ്ടോ, കാരണമായിട്ടുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതം ചെറുതാണ്. ഏതൊരു വാചകം കേട്ടുകൊണ്ടാണോ, ഏതൊരു വാക്ക് കേട്ടുകൊണ്ടാണോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റായി മാറുന്നത് എന്ന് ഒരാൾക്കും നിശ്ചയിക്കാൻ പറ്റുകയില്ല. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പ്രവാചകനും സഹാബവര്യന്മാരും ബദറിന്റെ ദേശം തീർക്കുവാൻ ശത്രുക്കൾ ഒരുക്കിയെടുത്ത അവരുടെ പ്രത്യേകമായ വാശിയുടെ പേരിൽ ഉണ്ടായിത്തീർന്ന ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് നടന്നു പോകുമ്പോൾ സുബഹി കഴിഞ്ഞ് ആ ഉഹദിന്റെ പശ്ചാത്തലത്തിൽ വെച്ച് ഒരാൾ മുസ്ലിം ആവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അയാൾ ചോദിച്ചു നബിയോട്, നബിയെ, നിങ്ങളുടെ കൂടെ ഈ സമയത്ത് മുസ്ലിമായി വന്ന ഞാൻ ഈ യുദ്ധത്തിൻ്റെ മുഖത്ത്
മുൻപന്തിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ പോരാടിയാൽ എനിക്കെന്ത് ലാഭമാണ് നബിയെ? പ്രവാചകന്റെ വാചകം സ്വർഗമുണ്ട്. എൻ്റെ അനുചര സ്നേഹത്തോടുകൂടി സംസാരിച്ചു. ളുഹ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് സുബഹി കഴിഞ്ഞ് മുസ്ലിമായ മനുഷ്യൻ ഒരു വക്ത് നമസ്കാരം പോലും നിർവഹിക്കാതെ ളുഹ്റിന്റെ മുമ്പായി മരിച്ചുപോയ ആ മനുഷ്യന്റെ വീണ് കിടക്കുന്ന ബോഡിയിലേക്ക് നോക്കി സ്വർഗത്തിന്റെ മണം ഞാനിതാ ഈ മനുഷ്യനിലൂടെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്റെ വാക്കുകളെ ഹൃദയത്തിലേറ്റേണ്ടതുണ്ട് ഞാനും നിങ്ങളും. ഒരു വക്ത് നിസ്കാരം പോലും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എടുക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്ക് നടന്നുപോയ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഏതൊരു നിമിഷത്തിലാണോ എനിക്കും നിങ്ങൾക്കും ഇസ്ലാം എന്ന് പറയുന്ന ഈ വെളിച്ചത്തിന്റെ, അള്ളാഹുവിന്റെ ഈ മതത്തിന്റെ, ദീനിന്റെ പ്രകാശം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, അകത്തലങ്ങളിലേക്ക് തൊടുത്തുവിട്ട അതിശക്തമായ അമ്പുകളെ പോലെ തുളച്ചു കയറുന്നു എന്നറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതു വാചകങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് മാറ്റത്തിന് തയ്യാറാവേണ്ടതുണ്ട്. മാറാൻ തീരുമാനമെടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹം, ഒരു ടീം സ്വയം നന്നാകുന്നത് വരെ ലോകരക്ഷിതാവായ അല്ലാഹു തആല അവരെ മാറ്റുകയില്ല എന്ന്. ശ്രദ്ധിക്കണേ, ഒരു സംഭവം ഞാൻ ചേർത്തി പറയട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരെയൊക്കെ ഖബറടക്കപ്പെട്ടത് രാത്രി സമയത്തായിരുന്നു. സ്വഹാബ വനിതകളിൽ പലരും ആഗ്രഹിച്ചിരുന്നു ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോകേണ്ടത് രാത്രിയായിരുന്നുവെന്ന്. കാരണം പ്രവാചകന്മാരുടെ പ്രിയപ്പെട്ടവരെ സമൂഹത്തിന് നൽകിയ അന്തസത്തകളെ എണ്ണി പറയുമ്പോൾ ആ പ്രവാചകന്മാർ ലോകത്തിന് സമ്മാനിച്ച ആകത്തുകയിൽ ഒന്ന് പറഞ്ഞത് ഒരുപാടുണ്ട്. ഒന്ന് പറഞ്ഞത് ലജ്ജയായിരുന്നു, നാണമായിരുന്നു. എങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണത്തോടടുത്ത സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ മുഖത്ത് വല്ലാത്തൊരു വിഷാദം, എന്താ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം? ഫാത്തിമ റളിയല്ലാഹു അൻഹ അസ്മാ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ നാണത്തോടുകൂടി മൂടി പുതച്ച് ഭദ്രമാക്കി ഞാൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന എന്നെ ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എൻ്റെ ബോഡി തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ആ പൊതിച്ചിലിനിടയിലൂടെ എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അന്യപുരുഷന്മാരുടെ കണ്ണുകൾ തൊട്ട് തടവി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് എൻ്റെ മുഖത്ത് ദുഃഖമുള്ളത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. ഞാനിത് പറയുന്നത് സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വീണ്ടും വിചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അതിശക്തമായൊരു പോരാട്ടം തീർക്കുവാനുള്ള ഒരു കൂട്ടായ്മയായി നമ്മൾ മാറുന്നതിൻ്റെ ഏറ്റവും വലിയ സത്ഫലങ്ങളെ ഞാനും നിങ്ങളും ഓർക്കുന്നതിന് വേണ്ടിയാണ്. ഇമാം അല്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ യാത്രാ സംഘത്തിൻ്റെ കൂടെ ഉമ്മ പറഞ്ഞേക്കുമ്പോൾ ഉമ്മ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ചില നാണയങ്ങൾ തുന്നിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കണം, എടുക്കണമെന്ന് പറഞ്ഞ് യാത്രാ സംഘത്തെ വഴിക്ക് വെച്ച് ഒരു വലിയ കൊള്ളസംഘം തടഞ്ഞു നിർത്തിയപ്പോൾ ഷെയ്ഖ് മുഹീദ്ദീൻ എന്നറിയപ്പെട്ട ആ മഹാനായ മനുഷ്യൻ കുട്ടിക്കാലത്ത് കൊള്ളസംഘത്തിന്റെ മുമ്പിൽ അവർ ചോദിച്ചു, ആരുടെ കയ്യിലാണ് നാണയമുള്ളത്, ആരുടെ കയ്യിലാണ് പണമുള്ളത് എന്ന്. വസ്ത്രത്തിന്റെ അടിഭാഗത്ത് തുന്നിച്ചേർത്തത് അവർ കാണുമായിരുന്നില്ല. ചോദ്യം വന്നപ്പോൾ ഉടനെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കയ്യിൽ, എൻ്റെ വസ്ത്രത്തിനടിയിൽ എൻ്റെ ഉമ്മ തുന്നിച്ചേർത്തിട്ടുണ്ട് നാണയത്തുട്ടുകൾ അല്ലെങ്കിൽ നാണയങ്ങൾ. എനിക്ക് ഉമ്മ എന്നെ സത്യം പറയാനാണ് പഠിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് കളവ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൊള്ളസംഘത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന് ഈ പാവപ്പെട്ട കുട്ടിയുടെ മറുപടിയായിരുന്നു കാരണമായത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം, ആലോചിക്കണം. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ സമയത്തിന്റെ കുറവ് കൊണ്ട് സൂചനാത്മകമായി മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വെക്കാൻ കഴിയുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഈ ലോകം വിട്ട് നാളെ ഞാനും നിങ്ങളും സർവശക്തനായ അള്ളാഹുവിന്റെ കോടതിക്ക് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതായി വരുമെന്ന കാര്യം തർക്കമില്ലാത്തവരാണ്, ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പ്രവാചകന്റെ വാചകമായി കേൾപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനോട്, സമൂഹത്തോട് പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. അലാ അദുല്ലുക്കും, അറിയണേ നിങ്ങളെ, എന്നിട്ടൊരു കാര്യം പഠിപ്പിക്കുകയാണ്. അലാ മൻ യഹ്റമു അലൈഹിന്നാർ, ആരുടെ മേലാണ് നരകമെന്ന് പറയുന്ന ഭീതിജനകമായ ഭയാനകമായ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടാരം ആരുടെ മേലാണ്
ഹറാമാക്കപ്പെടുന്നത്, നിഷിദ്ധമാക്കപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകന്റെ വാക്ക് കുല്ല ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ എന്ന വാചകമായിരുന്നു. അതിനർത്ഥം വിശദീകരിക്കേണ്ടതില്ല. പ്രവാചകൻ പറയുകയാണ്, ഹയ്യിൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്നാണ് അർത്ഥം, ലയ്യിൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നാണ് അർത്ഥം, ഖരീബ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇന്റിമസി എന്നല്ലേ അർത്ഥം. അതേ, ഒരു മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെ പെരുമാറണം, ഒരു മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെ ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി നിൽക്കണം, ലയ്യിനായ, ഹയ്യിനായ, സോഫ്റ്റായ, സിമ്പിളായ, ഏറ്റവും നല്ല അടുപ്പമുള്ള പെരുമാറ്റം കാണിക്കുന്ന, ഞാനെന്ന ഭാവം നടിക്കാത്ത, അഹന്ത കാണിക്കാത്ത, ഗർവ് കാണിക്കാത്ത, ആര് നന്മ പറഞ്ഞു തന്നാലും തന്റെ കർണപുടങ്ങളെ കൂർപ്പിച്ചു വെച്ചത് കേട്ടുകൊണ്ട് ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറണമെന്നാണ് ആ വാചകത്തിന്റെ അർത്ഥമെന്ന് നമ്മൾ അറിയണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകം കൂടി ഞാൻ കേൾപ്പിക്കട്ടെ. അല്ലാഹു പറയുകയാണ്, നാളെ പരലോകത്ത് വെച്ച് ഒരു കൂട്ടം ആളുകൾ അട്ടഹസിക്കുകയാണ്, നിലവിളിക്കുകയാണ്, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അവിടെ വെച്ച് അട്ടഹസിക്കുകയാണ്. കഴിഞ്ഞുപോയ വീഴ്ചകളും പോരായ്മകളും എല്ലാം മറന്ന് ഇനിയൊരു പുതിയ പ്രവർത്തനത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് നാളെയുടെ ലോകത്ത് വെച്ച് മനുഷ്യൻ പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മറുപടി ഇങ്ങനെയാണ്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ചിന്തിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്ക്, ആലോചന നിമഗ്നരായി മാറുന്നവർക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ട ഒരു ജീവിതകാലം, ഒരു ആയുഷ്കാലം നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലായിരുന്നോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ എനിക്കും നിങ്ങൾക്കും എന്ത് മറുപടി പറയാനുണ്ടാകും സഹോദരങ്ങളെ? പോരാ, അള്ളാഹു തുടർന്ന് ചോദിച്ചത് വജാഅകും നദീർ, വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 37-ാമത്തെ വചനമാണ്. വിരൂപന്മാരിൽ വിരൂപനായ ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സഹാബി പെണ്ണ് കാണാൻ പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശരി, ചുരുക്കി പറഞ്ഞാൽ അന്വേഷിച്ചു ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വിരൂപത ഉമ്മക്ക് തടസ്സമാവുകയാണ്, വാപ്പക്ക് തടസ്സമാവുകയാണ്, കുടുംബത്തിന് തടസ്സമാവുകയാണ്. വിഷമത്തോടു കൂടി അയാൾ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ റസൂല് പറഞ്ഞയച്ചതാണ് എന്നെ എന്ന് കഥയുടെ ചുരുക്കത്തിൽ ഞാനും നിങ്ങൾ ഒറ്റ വാക്കിൽ കേൾക്കുക. ആ സമയത്ത് ആ വീട്ടിലെ പെൺകുട്ടി ഉമ്മക്ക് മുന്നിൽ, വാപ്പക്ക് മുമ്പിൽ ഒരായത്തോതി കൊടുക്കുകയാണ്. ആയത്തിതായിരുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം. നോക്കൂ, അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. എന്താണ് പറഞ്ഞത് ആ കുട്ടി? അള്ളയും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ, അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനമാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം തിരഞ്ഞെടുക്കുവാൻ അധികാരമില്ല എന്നെന്റെ പ്രിയപ്പെട്ട ഉമ്മ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? വാപ്പാ, നിങ്ങൾ കേട്ടിട്ടില്ലേ? എനിക്കൊരു പുതുമളവാനൻ അയച്ചത് എന്റെ പ്രവാചകനാകുന്ന, നമ്മുടെ പ്രവാചകനാകുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തട്ടിക്കളയുകയാണോ നിങ്ങൾ? ഞാനിതാ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനക്ക് മുന്നിൽ കീഴൊതുങ്ങുകയാണ് എന്ന് ഉമ്മക്ക് മുമ്പിൽ ആയത്തോതി കൊടുത്തുകൊണ്ട് വിരൂപന്മാരിൽ വിരൂപനായ ജുലൈബീബിനെ തന്റെ ഇണയായി സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആ പെൺകൊടിയുടെ ചരിത്രം എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ പ്രിയപ്പെട്ടവരെ ഏറെ ചിന്ത, ഏറെ ആലോചനകൾ ഉയർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഒരായത്ത് കൂടി പറയട്ടെ. എല്ലാം ഒരുപാട് മേഖലകളിലൂടെ എൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചിട്ടുണ്ട്, എൻ്റെ കർണപുടങ്ങൾ കേട്ടിട്ടുണ്ട്, എൻ്റെ കരങ്ങൾ ചലിച്ചിട്ടുണ്ട്, എൻ്റെ കാൽപാദങ്ങൾ നടന്നിട്ടുണ്ട്. ക്യാമ്പസിൽ സക്രിയനായി പ്രവർത്തിക്കുവാൻ ഒരുങ്ങുമ്പോൾ പലരും എന്നെ മാടി വിളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയങ്ങളും അതല്ലാത്തതും അതുപോലെ അധാർമികമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം അധാർമികതയുടെ വരവിലേക്ക് വെക്കാനില്ല, വ്യത്യസ്തമായ മേഖലയിലേക്ക് എന്റെയും നിങ്ങളുടെയും ചലനങ്ങൾ, കണ്ണുകൾ, കാതുകൾ, കാലുകൾ ചലിച്ചിട്ടുണ്ട്. ശരി, ധർമ്മത്തിന്റെ വീതിയിലായിരുന്നോ അധർമ്മത്തിന്റെ വീതിയിലേക്ക് നടന്നു പോയിട്ടുണ്ടോ? തെറ്റെന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? പോരായ്മകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ചിന്തിക്കണേ, ആലോചിക്കണേ. എങ്കിൽ ഖുർആനിന്റെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാനും നിങ്ങളും മനസ്സിലേക്ക് ഇറക്കി വെക്കണം. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. തെറ്റ് ചെയ്താൽ പരിഹാരമുണ്ടോ? പാപമോചനമുണ്ടോ? തൗബയുണ്ടോ? റബ്ബത് പശ്ചാത്തപിച്ച് നമ്മുടെ പശ്ചാത്താപം റബ്ബ് സ്വീകരിച്ച് നമ്മെ ഒരു പാപമുക്തനായ മനുഷ്യനാക്കി തീർക്കുമോ? ഖുർആനിന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്. അള്ളാഹു പറയുകയാണ്, ഇന്നമത്തൗബത്തു അലല്ലാഹ്, ഇന്നമത്തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. തിന്മ ചെയ്തു പോയ മനുഷ്യന്മാർ
അത് തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ട ഉടനെ അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചു പോയത്. ആ തെറ്റെന്റെ ജീവിതത്തിൽ വന്നത്, നാവുകൊണ്ടത് പ്രയോഗിച്ചത്, കണ്ണുകൊണ്ടത് കണ്ടത്, കാതുകൊണ്ടത് കേട്ടത്, കാൽപാദങ്ങൾ അങ്ങോട്ട് നടന്നു പോയത് അറിവില്ലായ്മ കൊണ്ടാണ്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് മനസ്സിലായി. ഉടനെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഉടനെ ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറായാൽ അവർക്കാണ് ലോകരക്ഷിതാവായ അല്ലാഹു തആല പാപമോചനത്തിന്റെ ആ പ്രാർത്ഥനകൾ സ്വീകരിച്ച് പശ്ചാത്താപം കൊടുക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവർക്ക് മേലെയാണ് അല്ലാഹു പശ്ചാത്താപം കൊടുക്കുന്നത്, തൗബ സ്വീകരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞു, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹലറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുല്ലാൻ. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ആയത്ത് പൂർണ്ണമായി ഓതുന്നില്ല. തെറ്റ് ചെയ്തു പോയി, തിന്മകൾ ചെയ്തു പോയി, തുടർന്ന് പോയി. ആര് പറഞ്ഞിട്ടും എന്റെ കർണകുടങ്ങളെ അതൊന്ന് തുറപ്പിക്കുവാൻ ഒരായത്തിനും ശക്തിയില്ലാതെ പോയി. ഹദീസുകൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ആയത്തുകൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല. അത്ര ഡീപ്പായി തെറ്റിലേക്ക്, അത്ര ഗാധമായി തിന്മയിലേക്ക് നടന്നുപോയ മനുഷ്യന്റെ കർണപുടങ്ങൾ അടഞ്ഞുപോയിരിക്കുകയാണ്. ഖുർആനിന്റെ വാചകമില്ലേ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് തുടങ്ങുന്ന ആയത്തില്ലേ, സീലുകൾ വെക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഒരുപാട് സമൂഹം നടന്നു പോയിട്ടുണ്ട്. തിന്മകൾ ചെയ്ത് ദാ മരണം വരെ, തൊണ്ടയിൽ ഉറകറ ശബ്ദം വരുന്നത് വരെ, ബൈക്കിൽ നിന്ന് റോഡിൽ വീണ് തലയടിച്ച് ചോര വാർന്നൊലിക്കുമ്പോ കേട്ടാൽ മതിയായിരുന്നു, അതേ കേട്ടതനുസരിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന ചിന്ത ജീവിതത്തിലേക്ക് വരുന്നത് വരെ പശ്ചാത്താപമില്ലാതെ തിന്മയിൽ മുന്നോട്ട് പോയ മനുഷ്യന്മാർ മരണം വരെ പശ്ചാത്തപിക്കാതെ അവസാനം സത്യനിഷേധിയായി മരിക്കേണ്ടി വന്ന ആ മനുഷ്യനുണ്ടല്ലോ, തൗബയില്ല എന്ന് ലോകരക്ഷിതാവായ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അനിയന്മാരെ, അനിയത്തിമാരെ, ഇതാ ഈ പ്രൊഫ്കോണിന്റെ ഒന്നാമത്തെ ദിവസത്തിലെ അവസാനത്തെ ഈ വേദിയിലെ സംസാരം കേട്ട് റൂമുകളിലേക്ക് മടങ്ങുമ്പോ, നിർദ്ദേശങ്ങൾ കേട്ട് മടങ്ങിപ്പോകുമ്പോ ഓർക്കണേ, ഞാനൊരു പുതിയ മനുഷ്യനായി തിരിച്ചു പോകാനാണ് ഇവിടേക്ക് വന്ന. പ്രൊഫ്കോണിന്റെ പെരിന്തൽമണ്ണയുടെ ഈ മണ്ണിലേക്ക് വന്നവരെ പോലെ, ഇന്നലകളിൽ ക്യാമ്പസിൽ ജീവിച്ചവരെ പോലെ വീണ്ടും അതേ ക്യാമ്പസിൽ ജീവിക്കാനല്ല ഞാനിതാ പ്രൊഫ്കോണിന്റെ പ്രോജ്വലമായ വേദിയിലേക്ക് വന്നിട്ടുള്ളത്. ഒരു പുതിയ മനുഷ്യനായി അല്ല ഇഷ്ടപ്പെടുന്ന പശ്ചാത്താപത്തിന്റെ മനസ്സുള്ള ആളുകളായി. അല്ല പറഞ്ഞിട്ടില്ലേ, അങ്ങനെയുള്ളവരെയാണ് അല്ല ഇഷ്ടപ്പെടുന്നത് എന്ന്. ആ റബ്ബിന്റെ ഇഷ്ടത്തിന്, കാമുകത്തിന്റെ ഇഷ്ടത്തിന്, കാമുകിയുടെ ഇഷ്ടത്തിന്, കൂട്ടുകാരന്മാരുടെ ഇഷ്ടത്തിന്, ക്യാമ്പസിന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം കാണിച്ചു പോയ ഒരുപാട് മനുഷ്യ മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്കല്ല പറയാ, നിങ്ങൾ എന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒതുങ്ങി ജീവിക്കണം. നാളെയുടെ ലോകം വിശാലമായതുകൊണ്ട്, അനശ്വരമായതുകൊണ്ട്, അതൊരിക്കലും തീർന്നു പോകാത്ത ലോകമായതുകൊണ്ട് മാറ്റത്തിനൊരുങ്ങണേ. ഈ പുതിയ ജീവിതത്തിലേക്കുള്ള കാൽവപ്പുകൾക്ക് വേണ്ടിയുള്ള പ്രൊഫ്കോണിന്റെ പ്രോജ്വലമായ ആദ്യത്തെ വേദി വിട്ട് പിരിഞ്ഞു പോകുമ്പോ മനസ്സിൽ ഒരു പ്രതിജ്ഞ ചെയ്ത് തിരിച്ചു പോകണേ. ഇതാ ഞങ്ങൾ റെഡിയാണ്. ഈ പുതിയ വിപ്ലവത്തിന്, പുതിയ മാറ്റത്തിന് വെറുതെ വന്നവരല്ല, ദിവസങ്ങൾ വെറുതെ തള്ളി നീക്കാൻ വന്നവരല്ല. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് പഠിക്കാൻ, മാറ്റത്തിന് തയ്യാറായി ജീവിക്കാൻ റെഡിയാണ് എന്ന പ്രതിജ്ഞാ മനസ്സുമായി തിരിച്ചു പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 23ാമത് പ്രൊഫ്കോണിന്റെ